നമസ്കാരം. നമസ്തേ. ഇപ്പം നമ്മൾ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞു. വിജയ് അവിടെ മുഖ്യമന്ത്രിയായി അവതരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് സാധാരണ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ മാത്രം ഉണ്ടാവുന്ന തമിഴ് രാഷ്ട്രീയം ഇക്കുറി മാറി വിജയിലോട്ട് സപ്പോർട്ട് കൊടുക്കുന്നു. വലിയ തരത്തിൽ ആകാംക്ഷ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുക്കെ ഇന്നലെ ദ എക്സ് ഹാൻഡിലൂടെ വിജയ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. LTTE സപ്പോർട്ട് ചെയ്തിട്ട് വിജയ് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വിജയുടെ ഒരു ഗൂഢ ലക്ഷ്യമാണോ, അതല്ല വിജയ്ക്ക് ഇത്തരത്തിലുള്ള സംഘടനകളുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? എങ്ങനെയാണ് ഒരു വിഷയത്തെ കാണുന്നത്? ശരിക്കും തമിഴ്നാടെന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് തൻ്റെ ട്വിറ്റർ ഹാൻഡിലൂടെ 2009 നടന്ന ശ്രീലങ്കയിൽ നടന്ന തമിഴ് പുലികളും ശ്രീലങ്കൻ സൈന്യവും തമ്മിൽ നടന്ന ഫൈനൽ എൻകൗണ്ടറിനെതിരെ, ആ ദിവസം തമിഴ് കൂട്ടക്കുരുതി ആണ്, ആ തമിഴ് കൂട്ടക്കുരുതിക്കെതിരെ, ആ വാക്ക് ഞാനിപ്പോൾ പ്രയോഗിക്കുമ്പം കൂട്ടക്കുരുതി എന്ന് പറഞ്ഞാൽ ഞാൻ LTTE സപ്പോർട്ടറോ ഞാൻ തമിഴ് ഈഴത്തിനെതിരോ ഈ രണ്ടും അല്ലാത്ത വ്യക്തിയാണ്. തമിഴ് ഈഴത്തിന് ചില അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ അത് വയലൻസിലൂടെ നേടിയെടുക്കേണ്ട ഒരു സംഭവമാണ് എന്ന് വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും തീവ്രവാദത്തിനെ ഒരു രീതിയിലും അനുകൂലിക്കുന്നുമില്ല. പക്ഷേ അത് ഞാൻ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയോട് കൂറ് പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത തമിഴ്നാട് മുഖ്യമന്ത്രി പെട്ടെന്ന് LTTE അനുകൂലിച്ച് പ്രഭാകരനെ, എൻ്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും പ്രഭാകരന്റെ മരണത്തെ രക്തസാക്ഷിത്വം ആക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല. അപ്പോ ഞാൻ അതിനുശേഷം ദേശീയ ചാനലുകളിൽ ചില ചർച്ച നടന്നപ്പോൾ TVKയുടെ തമിഴ് വെട്രി കഴകത്തിന്റെ വക്താവ് പറഞ്ഞത്, തമിഴ് ഈഴത്തിന് അനുകൂലമായ നിലപാടാണ് TVK പണ്ടും സ്വീകരിച്ചിരുന്നത്, അതിൽ തർക്കമൊന്നുമില്ല എന്നാണ്. അതായത് അത് വ്യക്തമായിട്ട് പാർട്ടിയുടെ നിലപാടാണെന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. TVK അതിനിശ്ചിതമായിട്ട് ഇന്നലെ DMK വിമർശിച്ചു. TVK പറഞ്ഞത് കരുണാനിധിയാണ് തമിഴരെ കൈവിട്ടതെന്നാണ്. കരുണാനിധി തമിഴ് ജനതയുടെ ഒരു ആവശ്യത്തിന്, ഒരു കോസിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ലക്ഷ്യത്തെ ചതിച്ചു. കരുണാനിധി ഒരു കാലത്തും ഈഴത്തിന് അനുകൂലമല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈഴത്തിനെ അനുകൂലിച്ചിരുന്ന വ്യക്തി MG രാമചന്ദ്രൻ ആയിരുന്നു എന്നാണ് TVK പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ MGR ശ്രീലങ്കയിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ശ്രീലങ്കയിലായിരുന്നു. മലയാളി ആയിരുന്നു, പകുതിയല്ല മുഴുവനും മലയാളി ആയിരുന്നു. മലയാളി ആണെങ്കിലും അദ്ദേഹം ജനിച്ചത് വടക്കൻ ശ്രീലങ്കയിലാണ്, ജാഫ്ന ആ പ്രദേശത്ത് എവിടെയോ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈഴം എന്ന ഒരു ലക്ഷ്യത്തോട് അദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് അടുപ്പം ഉണ്ടായിരുന്നിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ആദ്യ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഈഴം എന്ന സങ്കല്പത്തിന് അനുകൂലമായിരുന്നു. പക്ഷെ പിന്നീട് വന്ന രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തത്. അതൊന്നും ഒരു മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. റോയാണ് ഈ LTTEക്ക് ആയുധങ്ങളെല്ലാം ഉപയോഗിക്കാൻ ട്രെയിനിങ് കൊടുത്തത്. പക്ഷെ പിന്നീട് അവരുടെ ആരുടെ കയ്യിൽ നിൽക്കാതെ വന്നു പ്രഭാകരൻ. ഈ പ്രഭാകരൻ എന്ന വ്യക്തിയുടെ ചരിത്രം വായിച്ചാൽ അത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അതിനകത്തില്. അത് പക്ഷേ പ്രഭാകരന്റെ മാത്രമല്ല, ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും, അത് തീവ്രവാദ നേതാവാകട്ടെ, അതല്ലെങ്കിൽ സമാധാനത്തിന്റെ വഴിയിലുള്ള രാഷ്ട്രീയ നേതാവാകട്ടെ, അവരുടെയൊക്കെ ജീവിതത്തിൽ നിലപാടുകളിലുമൊക്കെ പല സന്ദർഭങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ടാവാം. ഞാൻ പ്രഭാകരന്റെ ഇന്റർവ്യൂ ആദ്യമായിട്ട് ഞാൻ വിശദമായിട്ട് വായിക്കുന്നത് ഹിന്ദുവിലാണ്. വളരെ കാലം മുമ്പുള്ള ഇന്റർവ്യൂ ആണ്. ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ആ ഇന്റർവ്യൂ നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കും. അപ്പോൾ അദ്ദേഹം ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ പിതാവ് വളരെ ഈ സാത്വികനായിട്ടുള്ള, അതായത് ഹൈന്ദവ രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു, ഹൈന്ദവ സാത്വികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഈ കൃപാനന്ദ വാര്യർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ വലിയ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗവത പ്രഭാഷണം കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ചെറുപ്പം തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞാൻ സാമൂഹിക വിഷയങ്ങളിലേക്ക് ഞാൻ എത്തപ്പെടുന്നതെന്നാണ് പ്രഭാകരന്റെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു രാം തന്നെ ആയിരുന്നു ആ ഇന്റർവ്യൂ എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു 2 ദിവസമായിട്ടാണ് ആ ഇന്റർവ്യൂ ഹിന്ദു പ്രസിദ്ധീകരിച്ചിരുന്നത്. അത് അദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടം. പിന്നീട് ലാസ്റ്റ് കാലഘട്ടത്തിൽ അദ്ദേഹം മതം മാറി ക്രിസ്ത്യാനിയായി എന്നുള്ള ആരോപണം ഇന്ത്യയിലെ ഹിന്ദു സംഘടന എന്ന് വെച്ചാൽ സംഘപരിവാർ സംഘടനകൾ
പിന്നീട് അത് ഉയർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രഭാകരൻ പിന്നെ ആന്റൺ ബാലസിംഗം എന്ന വ്യക്തിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും അതൊക്കെ വെച്ചിട്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അദ്ദേഹം മതം മാറിയിട്ടുള്ള വ്യക്തിയാണോ അതോ തന്ത്രപരമായിട്ട് തൻ്റെ ഈ ഈലം എന്ന ആവശ്യത്തിന് നോർവേ പോലുള്ള രാജ്യങ്ങൾ സഹായം കൊടുക്കുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്താനായിട്ട് പിന്നെ ഏതെങ്കിലും പള്ളിയിൽ സന്ദർശിച്ചിട്ടുണ്ടോ, അതാണോ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. മുഖ്യമായിട്ടും തമിഴ് വെള്ളാള സമുദായമായിരുന്നു ഈ LTTയിലെ ഒരു നിയന്ത്രണ ശക്തി എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ജാതി കൊണ്ടുവരുമല്ല ഞാൻ ചെയ്തത്. അവരായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രോമിനന്റ് തമിഴ് ഗ്രൂപ്പ്. അവരായിരുന്നു ബിസിനസ്സുകളെല്ലാം നടത്തിയിരുന്നത്. ചെട്ടിമാരും, തമിഴ് ചെട്ടിമാരും വെള്ളാളരുമാരും. അങ്ങനെ ഒരു ബ്രാഹ്മണ ആധിപത്യം അവിടെ ഇല്ല, ജാഫ്നയിൽ. ഈ വെള്ളാള ചെട്ടികൾ എന്ന് പറയുന്നത് വെള്ളാള സമുദായം കേരളത്തിലും ഉണ്ട്, കേരളത്തിലെ പല ജില്ലകളിലും ഉണ്ട്. അപ്പം ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് വേലുപ്പിള്ള പ്രഭാകരൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് വേലുപ്പിള്ള എന്ന പ്രഭാകരൻ നായർ. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനികളൊക്കെ തന്നെ പലരും ഇതേ സമുദായത്തിൽപ്പെട്ടാണ്. സദാശിവൻ പിള്ള കൃഷ്ണകുമാർ, പിന്നെ അതുപോലെ മറ്റൊരാൾ കൂടിയുണ്ട്, ഞാൻ ആ പേര് മറന്നുപോയി. അപ്പൊ അവരെല്ലാം തന്നെ ഈ സമുദായത്തിൽപ്പെട്ട പിള്ളമാരെന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇത് കൊല്ലം ജില്ലയിൽ ഇദ്ദേഹത്തിന് പ്രഭാകരന് വേരുകളുണ്ട്. കേരളത്തിൽ ഈ സമുദായം പലപ്പോഴും കേരളത്തിലെ നായർ സമുദായമായിട്ട് മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു സമുദായമാണ്. ചിലയിടത്തെങ്കിലും ഇത് ഒന്നായിട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സിങ് തെക്കൻ കേരളത്തിൽ നടന്നിട്ടുണ്ട്. തെക്കൻ കേരളത്തിലാണ്, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഈ സമുദായം ഉള്ളത്. അപ്പം വേലുപ്പിള്ള പ്രഭാകരന് കുറച്ച് കേരള ബന്ധങ്ങളും ഉണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കണം MGR പിന്നെ 100% പ്രഭാകരന്റെ സപ്പോർട്ടറായിരുന്നു. യഥാർത്ഥത്തിൽ MGRന്റെ പിന്തുണയാണ് ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെയും. ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ ചിലര് ഇഷ്ടക്കേട് ചോദിക്കാം, എന്തായാലും ചോദിക്കാം, ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ല, ഈ വിഷയം എനിക്കും ടോട്ടലി പുതുതായിട്ട് അറിവാണ്. ഇത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, ഇത് ഈ എല്ലാ വിഷയങ്ങളിലും ഇത്തരം കോംപ്ലക്സ് റിയാലിറ്റീസ് ഉണ്ട്. നമ്മളിത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ തമിഴ് ഈലം എന്നുള്ള ഒരു സങ്കല്പത്വം അവിടെ വരുന്നത് 1970-കൾ വരെ 80 ആ ഒരു കാലഘട്ടം വരെ തമിഴും സിംഹളയും ഒരേ പിന്നെ ദേശീയ ഭാഷകളായിരുന്നു. പെട്ടെന്ന് തമിഴ് ദേശീയ ഭാഷ അല്ലാതാവും, സിംഹള മാത്രമാവുന്നു ദേശീയ ഭാഷ. അപ്പൊ തമിഴന്മാർക്ക് ജോലിയൊന്നും കിട്ടാതാവും. ന്യായമായ ആവശ്യത്തിലാണ് തമിഴ് പ്രക്ഷോഭം അവിടെ തുടങ്ങുന്നത്. അങ്ങനെ പ്രക്ഷോഭം തുടങ്ങുമ്പോഴത്തേക്ക് തമിഴന്മാരെ അടിച്ചൊതുക്കുന്നു, നൂറുകണക്കിന് പേര് കൊല്ലപ്പെടുന്നു. അങ്ങനെയാണ് തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് അവിടെ രൂപം കൊള്ളുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, തീവ്രവാദം ഒരു പ്രശ്നത്തിനും പരിഹാരമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പ്രഭാകരൻ തൻ്റെ ലക്ഷ്യം കാണാതെ അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ. രാജീവ് ഗാന്ധിക്കെതിരെ നടത്തിയ ആക്രമണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തതായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ചില കോംപ്രമൈസുകൾ രാഷ്ട്രീയത്തിൽ എടുക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ആ കോംപ്രമൈസ് എടുത്തിരുന്നെങ്കിൽ വടക്കൻ ശ്രീലങ്കയിൽ തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയംഭരണാവകാശം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ. ഇനി അത് ചില ആൾക്കാർ പറയും ഇന്ത്യ തന്നെയാണ് അത് അട്ടിമറിച്ചതെന്ന് പറയും. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ വിജയ്യുടെ നിലപാടിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വിജയ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇതിലൊരല്പം രാഷ്ട്രീയ കൗശലമുണ്ടെന്നൂടെ കരുതുന്ന ആളാണ് ഞാൻ. കാരണം അദ്ദേഹം പൊളിറ്റിക്കൽ നറേറ്റീവ് ഈ ഒരൊറ്റ പിന്നെ ട്വീറ്റ് കൊണ്ട് മാറ്റിമറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇനി തമിഴ്നാട്ടിൽ ഹിന്ദി ചർച്ച ചെയ്യപ്പെടത്തില്ല, ഇനി തമിഴ്നാട്ടിൽ ദ്രാവിഡ ചർച്ച ചെയ്യപ്പെടത്തില്ല. വിജയുടെ നിലപാടിലെ ദ്രാവിഡ വിരുദ്ധ സമീപനമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വിശ്വാസിയായ മതേതരവാദിയാണെന്ന് പറയുമ്പോൾ പെരിയോറുടെ നിലപാടുകൾക്കെതിരായിട്ടുള്ള നിലപാട്, ഇനി ഇതൊന്നും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അതിനേക്കാളൊക്കെ വലിയ ഇപ്പം നമ്മുടെ ചുറ്റും പിന്നെ വിഷമില്ലാത്ത ചേരയും അതുപോലെ ഉള്ള കുറച്ച് പാമ്പുകളും, പെട്ടെന്ന് അതിനിടയ്ക്ക് ഒരു മൂർഖൻ വരും. അപ്പൊ പിന്നെ ബാക്കി പാമ്പിനെ ഒന്നും നമ്മൾ പേടിക്കില്ല. ഇനിയിപ്പം മൂർഖനാണ് അവിടെ എത്തിയിരിക്കുന്നത്. മൂർഖനല്ല, രാജവെമ്പാല തന്നെയാണ്. വിജയ് ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കമായിരിക്കാം. അദ്ദേഹം അങ്ങനെ നേരെ മറിച്ച് ഈ തമിഴ് പുലി പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വിജയ് പരസ്യമായ പിന്തുണ കൊടുക്കാൻ തുടങ്ങിയാണ്. അത് തമിഴ് രാഷ്ട്രീയമല്ല, ഇന്ത്യയിൽ തന്നെ അത് വലിയ വിഷയമായിട്ട് മാറും. തമിഴ്നാട്ടിലെ വീണ്ടും വിഘടനവാദത്തിലേക്ക് വരെ അത് പോകാനുള്ള സാധ്യതകളുണ്ട്. എന്താണ് വിജയ് ഇത് ലക്ഷ്യമിടുന്നത്, ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് എങ്ങനെയാണ് അവസാനിക്കുക, എന്തായാലും കാത്തിരുന്ന് കാണാൻ പോകുന്ന പൂരം കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ സംസാരിച്ചാൽ പോലും വേണമെങ്കിൽ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് എനിക്കെതിരെ ഞാൻ ഏതെങ്കിലും പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വ്യാഖ്യാനം പോലും കൊണ്ടുവരാം.
തൽക്കാലം വരാനിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ കൃത്യമായ നിലപാടുകളിലേക്ക്, അതിന്റെ കൃത്യമായ സംഭവവികാസങ്ങൾ ഉരുത്തിരിഞ്ഞു വരട്ടെ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.